അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള നബിമാരുടെ ചരിത്രത്തിലൊന്നാണ്. അതാണ് യൂനസ് നബിയെ മത്സ്യം വിഴുങ്ങിയ കഥ. മനുഷ്യ ജീവിതം പരീക്ഷണങ്ങളുടേതാണ്. ചിലപ്പോൾ നാം കടലിന്റെ ആഴങ്ങളേക്കാൾ വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ പ്രകാശത്തിന്റെ ഒരു കിരണം പോലും കാണാനില്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് പതറാതെ നിൽക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന മഹത്തായ ഒരു ചരിത്രമാണ് യൂനസ് നബിയുടേത്. ഒരു കൂറ്റൻ മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ടിൽ കിടന്ന് അദ്ദേഹം നടത്തിയ ആ പ്രാർത്ഥന ഇന്നും ലോകത്തിന് വഴികാട്ടിയാണ്. യൂനസ് നബിയുടെ ആ ചരിത്രത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു തആല നിനവ നഗരത്തിലെ ആളുകൾക്ക് പ്രബോധനം നൽകാനാണ് യൂനസ് നബിയെ നിയോഗിച്ചത്. എത്ര ആത്മാർത്ഥമായി യൂനസ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടും നിനവ നഗരത്തിലെ ആളുകൾ അനുസരിച്ചില്ല. അവർ യൂനസ് നബിയെ കല്ലെറിയുകയും പരിഹസിക്കുകയും ചെയ്തു. ഏകദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുമെന്നും നബി അവരെ അറിയിച്ചു. പക്ഷേ അവർ എത്ര പറഞ്ഞിട്ടും അനുസരിച്ചില്ല. അങ്ങനെ യൂനസ് നബി ദേഷ്യം പിടിക്കുകയും നാട് വിടുകയും ചെയ്തു. യൂനസ് നബി അവിടുന്ന് പോയപ്പോൾ ആകാശത്തിന്റെ നിറം മാറാൻ തുടങ്ങി. യൂനസ് നബി അലൈഹിസ്സലാം പോയപ്പോൾ ആ ജനതയ്ക്ക് വീണ്ടും വിചാരം ഉണ്ടായി. അള്ളാഹുവിന്റെ ശിക്ഷയെ അവർ ഭയന്നു. അവർ അള്ളാഹുവിനോട് തൗബ ചെയ്തു. നിനവ നിവാസികൾ മലയുടെ മുകളിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അള്ളാഹു അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആകാശം ആദ്യത്തെ പോലെ തെളിഞ്ഞു. യൂനസ് നബി അലൈഹിസ്സലാം ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. രാത്രിയായപ്പോൾ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് വീശി. തിരമാലകൾ പർവ്വതങ്ങളെ പോലെ പൊന്തി വന്നു. കപ്പൽ പിളർന്നു പോയ പോലെ തോന്നി. കപ്പലിലുള്ളവരെല്ലാം ഭയന്നുപോയി. കപ്പലിന്റെ ഭാരം കുറക്കാൻ അവർ ശ്രമിച്ചു. അതിനുവേണ്ടി കപ്പലിലെ സാധനങ്ങൾ പുറത്തേക്ക് എറിഞ്ഞു. പക്ഷെ ഭാരം ശരിയായില്ല. കപ്പലിലെ ഭാരം കുറക്കാൻ ഒരാളെ കടലിലേക്ക് എറിയണമെന്ന് കപ്പലിലുള്ളവർ തീരുമാനിച്ചു. അങ്ങനെ യാത്രക്കാരുടെ എല്ലാവരുടെയും പേര് എഴുതി നറുക്കെടുത്തു. നറുക്കെടുത്തപ്പോൾ യൂനസ് നബിയുടെ പേരാണ് വീണത്. എന്നാൽ നബിയുടെ പേര് വന്നപ്പോൾ യാത്രക്കാർ നബിയെ കടലിലേക്ക് വലിച്ചെറിയാൻ തയ്യാറായില്ല. അവർ വീണ്ടും നറുക്കെടുത്തു. എന്നാൽ വീണ്ടും യൂനസ് നബിയുടെ പേര് തന്നെയാണ് വന്നത്. സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് യൂനസ് നബിക്ക് മനസ്സിലായി. അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ദൗത്യം ഉപേക്ഷിച്ചതിന് അള്ളാഹു തന്നെ ശിക്ഷിക്കാൻ പോവുകയാണെന്ന് യൂനസ് നബിക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം അഗാധമായ കടലിലേക്ക് എറിയപ്പെട്ടു. ഈ സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പലിന്റെ പിന്നിലായി ഒരു വലിയ തിമിംഗലം വരുന്നുണ്ടായിരുന്നു. കപ്പലിന്റെ പിന്നിൽ വന്ന തിമിംഗലം കടലിൽ കിടക്കുന്ന യൂനസ് നബിയെ വിഴുങ്ങി. എന്നിട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. ഇരുളടഞ്ഞ കടലിന്റെ ആഴങ്ങളിൽ അതിലും ഇരുണ്ട മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ കിടന്നുകൊണ്ട് യൂനസ് നബി അലൈഹിസ്സലാം തന്റെ തെറ്റോർത്ത് പശ്ചാത്തപിച്ചു. അങ്ങനെ യൂനസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് മനസ്സുരുകി ദുആ ചെയ്തു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹുവേ, നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. നീ പരിശുദ്ധനാണ്. തീർച്ചയായും ഞാൻ തെറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു. തന്റെ ബലഹീനതയും അള്ളാഹുവിന്റെ വലിപ്പവും തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ആത്മാർത്ഥമായ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹു നബിക്ക് തെറ്റ് പുറത്തു കൊടുത്തു. അങ്ങനെ യൂനസ് നബിയെ രക്ഷിച്ചു. തിമിംഗലത്തിനോട് നബിയെ കടൽ തീരത്തേക്ക് മാറ്റാൻ അള്ളാഹു കൽപ്പിച്ചു. തിമിംഗലം അത് അനുസരിച്ച് നബിയെ ഒരു ദ്വീപിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. നബി ദുആ ചെയ്തു. അള്ളാഹു നബിക്ക് വീണ്ടും ശക്തി കൊടുത്തു. അങ്ങനെ യൂനസ് നബി നീനവ നഗരത്തിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നപ്പോൾ നീനവ നഗരത്തിലെ ജനങ്ങളെല്ലാം നബിയെ സ്വാഗതം ചെയ്യുകയും ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നതെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യൂനസ് നബി അലൈഹിസ്സലാം ഒരുപാട് സന്തോഷിച്ചു. യൂനസ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് 3 പ്രധാന കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ക്ഷമ, പശ്ചാത്താപം, പ്രാർത്ഥനയുടെ കരുത്ത്. ഏത് പ്രകോപനമുണ്ടായാലും അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ
നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് സമ്മതിക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും നാം തയ്യാറാകണം. പുറത്തു കടക്കാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിലും പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. യൂനുസ് നബിയുടെ ഈ ചരിത്രം കേവലം ഒരു കഥയല്ല, മറിച്ച് പ്രതിസന്ധികളിൽ ഉഴലുന്ന ഏതൊരു മനുഷ്യനും പ്രകാശമേകുന്ന വഴികാട്ടിയാണ്. ജീവിതത്തിൽ ഇരുട്ടടഞ്ഞ വഴികളിലൂടെ നാം സഞ്ചരിക്കേണ്ടി വന്നേക്കാം. ഒരു രക്ഷയുമില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായേക്കാം. അപ്പോഴൊക്കെ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് ചൊല്ലിയ ആ പ്രാർത്ഥന നമ്മുടെ നാവിലും ഹൃദയത്തിലും ഉണ്ടാകണം. ഏതൊരു പ്രതിസന്ധിയിലും പ്രയാസത്തിലും അകപ്പെടുമ്പോൾ ഈ പ്രാർത്ഥന നടത്തിയാൽ അള്ളാഹു അതിന് ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം തെറ്റുകൾ ഏറ്റുപറയാനും അള്ളാഹുവിന്റെ കരുണയിൽ വിശ്വസിക്കാനും നമുക്ക് സാധിച്ചാൽ അള്ളാഹു ആ മത്സ്യത്തോട് കൽപ്പിച്ച പോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളോടും തീരത്തേക്ക് വഴിമാറാൻ കൽപ്പിക്കും. പശ്ചാത്താപത്തിന്റെ ആ വലിയ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.